സാറേ, ഈ ജർമ്മനിയിൽ ഈ അടുത്താണ് ഒരു ഭീകരാക്രമണം ഉണ്ടായത്. അതിനുശേഷം ജർമ്മനി 28 അഫ്ഗാൻ പൗരന്മാരെ നാട് കടത്തിയിരിക്കുകയാണ്. ഈ ജർമ്മനിയും അഫ്ഗാനും തമ്മിൽ നയതന്ത്ര ബന്ധമൊന്നുമില്ല, അതുകൊണ്ട് ഡയറക്റ്റ് അവർക്ക് അങ്ങനെ നാട് കടത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഈ ജർമ്മനി ഈ സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്താണ് നാട് കടത്തുന്നതെന്നാണ് ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫീസർ പറയുന്നത്. അതിനെങ്ങനെ കാണുന്നു? നല്ല പേര് നാൻസി ഫീസർ. അല്ല, നമുക്ക് ഇതുപോലെ പണ്ട് അമേരിക്കയിലെ ഒരു ഡെമോക്രാറ്റിക്കിൻ്റെ തോന്നുന്നു ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു, നാൻസി പെലോസി. അതാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ അവർ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നത് ആ രീതിയിൽ പിന്നെ കണ്ടില്ല. ശരിയാ. അല്ല, ഇതൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. കാര്യം ഈ അഫ്ഗാൻകാരും സിറിയക്കാരൊക്കെ അവിടെ എത്തി. ഈ സായിപ്പന്മാർ അവിടെ വിശാലം ഒരു ജൂതന്മാരോട് അവർ ഭയങ്കരമായ ക്രൂരത കാണിച്ചിട്ടുണ്ട്. അത് അവർക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇപ്പം അന്ന് ജൂതന്മാർ പീഡിപ്പിക്കപ്പെടുന്ന പോലെ ഇപ്പം പീഡിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിംസ് പല സ്ഥലങ്ങളിലും. ജൂതന്മാരുടെ ഇവന്മാരുടെ കയ്യിലിരിപ്പാണ് ഒരു പ്രശ്നം. ജൂതന്മാരെ വെറുക്കപ്പെടാൻ കാരണങ്ങളുണ്ടായിരുന്നു, ഇപ്പം മുസ്ലിംസ് വെറുക്കപ്പെടാനും കാരണങ്ങളുണ്ട്. ഇതൊക്കെ അതുകൊണ്ടാണ് കാരണം. ഇന്നത്തെ മുസ്ലിംസൊക്കെ സ്വഭാവമാണ് അന്ന് ജൂതന്, മനസ്സിലായത്. അപ്പം പക്ഷേ പലിശ മേടിക്കില്ല എന്നേ ഉള്ളൂ. ജൂതന്മാരെ ഏറ്റവും വലിയ പലിശയായിരുന്നു. പലിശ മേടിച്ച് കളയും. ഏതാണ് ജൂതന്മാർ യൂറോപ്പ് മൊത്തം വെറുക്കാൻ ഒരു കാരണം അതാണ്, പലിശ. പിന്നെ എവിടെ പോയാലും അവർ കുത്തിത്തിരിപ്പുണ്ടാകും, സഹോദരങ്ങളുടെ ഇടയിൽ പോലും കുത്തിത്തിരിപ്പുണ്ടാകും. എന്നിട്ട് രാജഭരണത്തിലൊക്കെ സാധിക്കാൻ ശ്രമിക്കും. ഇതുകൊണ്ടാണ് ആളുകൾ വെറുത്തു പോയത്. അതാണ് അവസാനം ജർമ്മനി ഒന്നാം ലോക മഹായുദ്ധം ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ പിന്നെ ജർമ്മനിക്കെതിരെ ഇംഗ്ലണ്ടിനെ സഹായിച്ചു. നിങ്ങളാണ് എന്ത് ചെയ്യും? ഇന്ത്യയിലിപ്പോൾ അങ്ങനെ ചെയ്തു വിചാരിച്ചു. ഇന്ത്യ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു അടുത്ത വലിയ യുദ്ധത്തിൽ പങ്കെടുക്കുക. ഇന്ത്യയിലെ മുസ്ലിംസ് പാകിസ്ഥാനെ സഹായിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മൾ ഹിറ്റ്ലറിനെ കുറ്റം പറയുമ്പോഴും റിയാലിറ്റി മനസ്സിലായി. പലപ്പോഴും നമ്മൾ വിജയി പറയുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ. അപ്പുറത്ത് വേറൊരു വസ്തു. അതുകൊണ്ടാണ് ഇവരെ ശത്രുവായി മാറിയത്. അതാണ് ഹിറ്റ്ലറിനെ പല ഭ്രാന്തന്മാരും പലതും പറഞ്ഞിട്ടുണ്ട്. അത് നാട്ടുകാർ സീരിയസ് ആയി എടുത്തിട്ടില്ലായിരുന്നു. ഇത് കണ്ടാൽ നാട്ടുകാർക്ക് ദൃഷ്ടാന്തമായി. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം ജർമ്മനി തകർന്ന് തരിപ്പണമായി. വലിയ പ്രഭു കുടുംബങ്ങളിലുള്ള ആളുകൾ പോലും ഏറ്റവും ഹീനമായ ജോലിക്കൊക്കെ പോകേണ്ടി വന്നു. ലോകത്തെ ഏറ്റവും വലിയ അഭിമാനമുള്ളവർ ഈ ജർമ്മൻകാർ, പ്രഷ്യക്കാർ. അവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യം കഷ്ടപ്പാടുമായി. അക്കാലത്ത് അവിടുത്തെ സിനിമകളെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അവർ മൊത്തം ഇതിന് കാരണക്കാരൻ അന്വേഷിക്കുമ്പോൾ ഹിറ്റ്ലർ കാണിച്ചു കൊടുക്കുന്നത് വിത്ത് എവിഡൻസ് ജൂതന്മാരാണ്. അതുകൊണ്ടാണ് ജൂതന്മാർ ഇങ്ങനെ വേട്ടയാടപ്പെട്ടത്. നിങ്ങളുടെ ഇതിന് ഒരു സൈഡേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളൂ, പിന്നെ അപ്പുറത്ത് വേറെ സൈഡും ഉണ്ട്. അതുകൊട്ടെ. അല്ല, ഇതിനകത്ത് വേറെ കാര്യം, ഈ ഏറ്റവും ഉദാരമായ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കുകയും കുടിയേറ്റക്കാരെ പിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്ത രാജ്യമാണ് ജർമ്മനി. അതുകൊണ്ടാണ് അവരാണിപ്പോൾ ഈ ആളുകളെ നാട് കടത്തി. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജൂതന്മാരോട് ചെയ്തിട്ടുള്ള ഈ പുതിയ പാതകം ഉണ്ടല്ലോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ, കാരണം ഉണ്ടെങ്കിൽ പോലും ചെയ്ത് ഭീകരമായ പാതകമാണ്. ഗ്യാസ് ക്യാമ്പിലിട്ട് കൊല്ലുക കുഞ്ഞുങ്ങളെ പോലും. അത് വല്ലാത്തൊരവസ്ഥയാണ്. അതായത് ഷിൻഡേഴ്സ് പോലുള്ള സിനിമയൊക്കെ കണ്ടാൽ നമുക്ക് ജൂതന്മാരുടെ സ്വഭാവമൊക്കെ അറിയുമ്പോഴും നമ്മൾ ജൂതന്മാരെ കൂടെ നിൽക്കുന്ന ആ വിഷയത്തിൽ അതുകൊണ്ടാണ് അത്രയും ക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചത്. നിങ്ങൾ വെടിച്ചു കൊന്നാൽ പോലെ ഇത് ഇഞ്ചിഞ്ചായി കൊന്നളഞ്ഞു. അവനെ പിന്നെ അവന്മാർ പീഡിപ്പിച്ചാണ് കൊന്നത്. അതിന് ഐച്ച്മാനായിരുന്നു അയാൾ. അത് കഴിഞ്ഞിട്ട് അർജന്റീനയിൽ പോയി അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് കൊന്നത് ഇസ്രായേൽ തൂക്കിക്കൊന്നു. അപ്പം എനിക്കൊന്ന് അവസാനം ജയ് ഹിറ്റ്ലർ വിളിച്ചത് ഐച്ച്മാൻ. അയാൾ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അയാൾ ഹെയിൽ ഹിറ്റ്ലർ വിളിച്ചു. അപ്പം അങ്ങനെ ജർമ്മനി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് മുസ്ലിംസ് സിറിയയിലൊക്കെ യുദ്ധം ഉണ്ടായപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഒരുപാട് മുസ്ലിംസ് അങ്ങോട്ട് കൂടിയത്. അപ്പോൾ അവരെ എല്ലാ സൗകര്യങ്ങളും കൊടുത്തു സ്വീകരിച്ചു. അവിടെ നവനാസികൾ ഇതിനെതിരായിരുന്നു. എന്നിട്ട് പോലും അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ പ്രസിഡന്റിന്റെ പേര് ഞാൻ പറഞ്ഞു, ലേഡി ഉണ്ടായിരുന്നല്ലോ, വളരെ അവർ ഭയങ്കര യൂറോപ്യൻ യൂണിയന്റെ അധ്യക്ഷയൊക്കെ ആയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ആളായിരുന്നു ലോകത്താണ് അഞ്ചല മെർക്കൽ. അവരെ കൊണ്ടാണ് ചില ഇവിടെയുള്ള ആളുകൾ ഇല്യൂമിനേറ്റി, അവരെപ്പോഴും അറിയാതെ കൈ ഇങ്ങനെ വെച്ചു പോയി. എപ്പോഴും ഒന്ന് രണ്ട് പയ്യന്മാരുണ്ടല്ലോ വായത്തോട്ടത്തിലൊക്കെ പോയി ഇല്യൂമിനേറ്റ് ചെയ്യുന്നത്, അവർ ഇല്യൂമിനേറ്റിന്റെ ആളാണ്. അവരെ കൈ വെച്ചു പൃഥ്വിരാജിന്റെ കണ്ണ് ഇല്യൂമിനേറ്റി, മോഹൻലാലിന്റെ കണ്ണ് ഇല്യൂമിനേറ്റി. സാന്ദർഭികമായി പറഞ്ഞു. പിരമിഡ് ഇല്യൂമിനാറ്റി, അങ്ങനെ പലതുണ്ട്. നമ്മുടെ റിസർവ് ബാങ്ക് ഇല്യൂമിനാറ്റി, മൊത്തം ഇല്യൂമിനാറ്റിയാണ്. അങ്ങനെ പിന്നെ അവർക്ക് എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിന് നവനാസികൾ എതിരുമായിരുന്നു. പക്ഷേ അവരിതൊക്കെ ചെയ്തു. പക്ഷേ ഇവരവിടെ പോയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ ഈ അഫ്ഗാനിസ്ഥാനിലെയും പിന്നെ ഈ സിറിയയിലൊക്കെ സ്വഭാവം അവിടെ നിന്ന് കാണിച്ചു. അവിടെ നിന്ന് റോഡ് പിന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിസ്കാരം ഹൈവേയിലൊക്കെ അവിടെ എന്ന് വെച്ചാൽ അവർ മറ്റുള്ളവരുടെ മതവികാരങ്ങളെ ഭയങ്കര ബഹുമാനിക്കുന്ന ആളുകളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രയർ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡും വെച്ച് അങ്ങ് നിൽക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ചില ആളുകളൊക്കെ ഗുരുവായൂർ പോയിട്ട് എനിക്ക് അവരോട് വേറെ ഒരു തരത്തിലുള്ള വിയോജിപ്പില്ല.
പക്ഷെ അവർ ഗുരുവായൂരൊക്കെ പോയിട്ട് എസ്പെഷ്യലി മുസ്ലിമൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഗുരുവായൂർ പോയിട്ട് ഞാൻ അങ്ങോട്ട് കയറിയിട്ട് പോലുമില്ല. ക്ഷേത്ര ആ നടൻ എല്ലാവർക്കും കയറാൻ പറ്റുന്ന അവിടം വരെ പോയി തന്നെ ഞാൻ തിരിച്ചു പോകുന്നതാണ്. അത് എന്നെ ആളുകൾ തിരിച്ചറിയുന്നു തോന്നിയ സമയത്ത് പ്രശ്നമൊന്നുമില്ല, ഞാൻ ക്ഷേത്രത്തിൽ കയറിയില്ല. ഞാൻ പക്ഷേ എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് പോകുന്നു. ഫോട്ടോ എടുക്കാനൊന്നും നിന്നും എടുത്തില്ല. എനിക്ക് മനസ്സിലായി സെൽഫി എടുക്കാനൊക്കെ വരുന്നുണ്ട്. നമ്മൾ ചില ഇഷ്ടപ്പെടുന്നില്ല കോഴിക്കോട്ടുകാരൊക്കെ അങ്ങനെ. അതുകൊണ്ടല്ല, കോഴിക്കോട്ടുകാർ നമ്മളെ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ട് എന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ ഗുരുവായൂർ എന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, ഭാഷയായിട്ടല്ല അറിയാമല്ലോ. എനിക്ക് സെൽഫി എടുക്കുന്നതിന് എതിർപ്പുണ്ടായിട്ടൊന്നുമല്ല, ഞാനങ്ങനെ ഇയാടെ കാണിച്ചതുമല്ല. അത് ഗുരുവായൂർ ക്ഷേത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് അവിടെ വെക്കുന്നതിൻ്റെ കൂടെ സെൽഫി ഒന്നും വേണ്ട. ഞാനത് വേറൊരു ആവശ്യത്തിന് പോയതാണ്, എനിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതിന് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദയുണ്ട്. ഈ മര്യാദ പാലിക്കാത്തതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതുപോലെ പിന്നെ ഇവർ ഈ മര്യാദ പാലിക്കാതെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇത് നിരന്തരമായപ്പോൾ ആളുകൾക്ക് അസഹ്യമായി തുടങ്ങി. പിന്നെ ചില റൈറ്റ്സൊക്കെ ആവശ്യപ്പെട്ടു തുടങ്ങി. പിന്നെ അവിടെയുള്ള സായിപ്പന്മാരോടൊക്കെ ചില സ്വാഭാവികമായിട്ടും രണ്ട് കൾച്ചറാണ്. അപ്പോൾ നമ്മളവിടെ അഭയാർത്ഥിയാണ്. അപ്പോൾ അഭയാർത്ഥി എപ്പോഴും അഭയാർത്ഥിയായി നിൽക്കും, ഇവിടത്തം പോയി രാജാവാന്ന് നിൽക്കരുത്. അവിടെ അവരോടൊക്കെ തട്ടിക്കയറിയൊക്കെ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ബോംബ് സ്ഫോടനം ഉണ്ടായി. ഇതിൻ്റെ ഇടയിൽ ഈ ഇവന്മാരവിടെ അടിച്ചൊടിപ്പിച്ച ഈ താലിബാൻ്റെയും ISISന്റെ സ്ലീപ്പർ സെല്ല് ഇവരുടെ കൂടെ കയറിയിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ശത്രു എന്ന് വെച്ചാൽ ആരാണ്? ISIS അല്ല, മറിച്ച് ജർമ്മൻ സിസ്റ്റമാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനെതിരെ ഇവരെ നയിക്കാൻ ശേഷിയുള്ള അവന്മാരാണ്. അപ്പോൾ അവന്മാർ ഈ പാവങ്ങളെ ഹൈജാക്ക് ചെയ്തിട്ട് അവിടെയുള്ള സിസ്റ്റത്തിനെതിരെ ഉപയോഗിച്ചു. ഇനി അവിടേക്ക് ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ള അജണ്ട പലരും പറയുന്നവരെ അവർക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും യുവന്മാരുടെ അവിടുത്തെ സാന്നിധ്യം, ഈ പറഞ്ഞ പാവങ്ങളല്ല, ഈ പാവങ്ങളുടെ കൂട്ടത്തിൽ ISISന് താലിബാൻ്റെ ഇസ്ലാമിസ്റ്റുടെ സാന്നിധ്യം ദുരൂഹമാണ്. അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം അവിടെ പല സ്ഥലത്തും ബോംബ് സ്ഫോടനങ്ങൾ. യൂറോപ്പിലൊന്നും അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കാര്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ആകപ്പാട് അയർലൻഡിലാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിപ്പം സമാധാനപരമായ ഒരു പരിഹരിക്കുകയുണ്ടായി. പിന്നെ സ്കോട്ട്ലാൻഡിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വിട്ടുപോകണമെന്ന് പറയുന്നു. അത് ഹിതപരിശോധന നടത്തിയപ്പോൾ ഇംഗ്ലണ്ടിൽ ചെറിയ മാർജിന് വിജയിച്ചു. ചിലപ്പോൾ നാളെ അവർ വിട്ടുപോയാൽ അവിടെ രക്തച്ചൊരിച്ചിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ വലിയ പ്രശ്നമില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ പക്ഷേ ഇവർ വന്നപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ പണ്ട് അൾജീരിയ ഫ്രാൻസിൻ്റെ കോളനി ആയതുകൊണ്ട് ഇവിടുന്ന് മാഹിന്ന് ഫ്രഞ്ചുകാർ വിട്ട് കഴിയുമ്പോൾ കുറേ മാഹിക്കാർ ഫ്രാൻസിൽ പോയിട്ട് സായിപ്പാന്ന് നോക്കിയിരുന്നു. അവിടെ സായിപ്പ് ബ്ലഡി ബ്ലാക്ക് എന്ന് വിളിച്ചു. അവിടെ തിരിച്ചിങ്ങോട്ട് അവിടെ ഇല്ല ഇവിടെ ഇല്ലാതെ പോയി. അങ്ങനെ കുറേ നമ്മുടെ സിദാൻ്റെ കുടുംബത്തിലൊക്കെ പെട്ടുള്ള കുറേ മുസ്ലിംസ് അവിടെ ഉണ്ട്, അൾജീരിയൻ. അത് സിദാനൊക്കെ മെയിൻ സ്ട്രീമിൽ വന്നു, അവിടെ അവരുടെ ഒരു പ്രൈഡായി മാറി. പക്ഷേ അവിടെ പാവപ്പെട്ട ഇവരുണ്ട്. അവരെ സംബന്ധിച്ച് അവർ അവിടെ നിന്ന് പീഡിപ്പിക്കും. സ്വന്തം നാട്ടിൽ പോയാൽ അവരെ ഹർക്കികൾ എന്ന് വിളിക്കും, എന്ന് വെച്ചാൽ രാഷ്ട്രദ്രോഹികൾ എന്ന രീതിയിൽ. അപ്പോൾ അവരും അപ്പോൾ അവരൊക്കെയാണ് അവിടുത്തെ പ്രശ്നക്കാർ. അവിടെ യുവമാർ നൊഴിഞ്ഞു കയറുകയും ചെയ്തു. ഫ്രാൻസ് സോഷ്യലിസത്തിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലമായതുകൊണ്ട് വരുന്നവരൊക്കെ കയറ്റി. അക്കൂട്ടത്തിൽ താലിബാനിസ്റ്റുണ്ട്. അവിടെ അവർ പതുക്കെ അവിടുത്തെ മാഫിയായിട്ട് മാറിയിട്ടുണ്ട്. ഒരാൾ മർഷല എന്നൊക്കെ പറഞ്ഞ പ്രദേശമുണ്ട്. അവിടെയാണ് നമ്മളെ ഇയാളൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്, ആര് സിദാനൊക്കെ. അപ്പോൾ അയാൾ അവിടുന്ന് മാറി. അപ്പോൾ ആ പ്രദേശത്തൊക്കെ മാഫിയ വിങ് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട്. പ്രോഫിറ്റ് എന്നുള്ള സിനിമ ഉണ്ട്, അതിൽ മുസ്ലിം മാഫിയനെയും കാണിക്കുന്നുണ്ട്, അവിടെയുള്ള ഫ്രഞ്ച് മാഫിയനെയും കാണിക്കുന്നുണ്ട്, ഫ്രഞ്ച് ജനീവിയൻ ഇറ്റാലിയൻ മാഫിയനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമാണ് അവിടെ. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ പാവങ്ങൾ ആദ്യം ഇവന്മാരുടെ കൂട്ടത്തിൽ തീവ്രവാദ സാധനങ്ങൾ ഒഴിവാക്കണം. ഇന്ന് മറ്റുള്ളവർക്ക് അവരെ തിരിച്ചറിഞ്ഞാൽ അവർ ഒഴിവാക്കണം. അവർ കാണാൻ ഇവർക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ആരെങ്കിലും സ്വന്തം നാട് വിട്ടു പോകാൻ തോന്നുന്നു. ജോണിന് ഇപ്പം എന്തൊക്കെ സപ്പോർട്ട് ജോൺ അമേരിക്ക പോയിക്കോ, അല്ലെങ്കിൽ ജോൺ യേശുദാസ് ആയിരിക്കണം. സാധാരണ രീതിയിൽ ഇപ്പം എനിക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് അധികം ഞാൻ ഒരിക്കലും എൻ്റെ മുന്നേ എനിക്ക് വിദേശത്ത് ഡൽഹി പോകുന്നു, അത് കേരളം വേണമെന്നുള്ള ചോയ്സ് വന്ന സമയത്ത് കേരളത്തിൽ വന്നാൽ ചിലപ്പോൾ ഒന്നും ആവാതെ പോകുമെന്ന് എനിക്കറിയാം. ഞാൻ കേരളം ചൂസ് ചെയ്തതാണ്. പക്ഷേ കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന കട്ടൻ ചായയും പിന്നെ ഈ മത്തിക്കറിയും കപ്പയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. അന്നും ഇന്നും അത് തന്നെയാണ്. ചിലപ്പം കപ്പേനെ അത് ബീഫാവും. നമുക്ക് എന്തൊക്കെ കിട്ടിയാലും നമ്മൾ മിസ് ചെയ്യുന്ന ചിലതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോയ്സിലേക്ക് വന്നത്. എനിക്ക് പുറത്തും പോകാൻ ഇപ്പോൾ ഒരു താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് അത് എല്ലാ മനുഷ്യരും അങ്ങനെ ആയിക്കണമെന്നില്ല. സാധാരണ രീതിയിൽ മനുഷ്യന്മാർ സ്വന്തം രാജ്യത്ത് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ വേറെ എവിടെ പോയാൽ നിങ്ങൾ ഏത് പൊസിഷനായി യു ബ്ലഡി ബ്ലാക്കാണ്. നിങ്ങൾ സായിപ്പായി അഭിനയിക്കാൻ നോക്കിയാൽ പോലും നമ്മൾ ചിരിച്ചു കാണിച്ച് സായിപ്പ് സത്യവും ഇവിടെയുള്ള പല ആളുകൾ നേരിട്ടൊക്കെ എനിക്കറിയാം, വലിയ മഹാന്മാരും. അതങ്ങനെയാണത്. ഇപ്പോൾ പുറത്ത് ഒരു ബീഹാർ ഇവിടെ വന്ന് സെട്ടാ എന്നൊക്കെ വിളിച്ചാൽ ആദ്യം നിങ്ങൾ ഭയങ്കര കെട്ടിപ്പിടിക്കുക ചെയ്യും. ഞങ്ങൾ പോയി നിങ്ങൾ കളിയാക്കും സെട്ടാ എന്നൊക്കെ പറഞ്ഞു. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവന്മാരാദ്യം അവന്മാർ തന്നെ ഫ്ലഷ് ഔട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം അവർക്ക് സ്വൈര്യം ഉണ്ടാക്കാൻ നിൽക്കരുത്. അവർക്ക് സ്വൈര്യം ഉണ്ടാക്കാൻ സമയത്ത് അവിടെയുള്ള ഇവർക്കെതിരായിട്ട് തീവ്ര ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾക്ക് തീവ്രവാദികളായിട്ടുള്ള വെള്ളക്കാരുണ്ട്, ഈ നവനാസികൾ, അവർക്ക് എനർജി കിട്ടുന്ന രീതിയിലായിരിക്കും അവർ തിരിച്ചറ്റാക്കി. അതാണ് ഇപ്പം കാണുന്നത്. തിരിച്ചറ്റാക്കി പലയിടങ്ങളിലും. അപ്പോൾ അവിടെ വലതുപക്ഷ ശക്തി ബാധിക്കും. വലതുപക്ഷ ഗവൺമെൻറ്, അതാണ് യൂറോപ്പ് നടക്കുന്നത്, അധികാരത്തിൽ വരും, അവർ മൊത്തം പുറത്താക്കും. അതാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇതും കൂടെ പറഞ്ഞത് 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ
വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ഉള്ള ജർമ്മനിയുടെ ആദ്യത്തെ നാടുകടത്തലാണ്. അതായത് ഒരു സൂചനയാണ്. അല്ല, അത് സൂചനയാണ്. കാരണം അവിടെയുള്ള ഇടതുപക്ഷക്കാരും സോഷ്യലിസ്റ്റുകളാക്കാൻ ഇവരെ സഹായിക്കുന്നത്. ആ ഒരു സഹായം ഇല്ലാതെയാവും. അവിടെ തീവ്ര വലതുപക്ഷ അധികാരത്തിൽ വരും. അത് പല സ്ഥലത്തും പോളണ്ട് നടന്നിട്ടുണ്ട്, ഹംഗറിയിൽ നടന്നിട്ടുണ്ട്, ഓസ്ട്രിയയിൽ നടന്നിട്ടുണ്ട്. അത് ഈ മെയിൻ രാജ്യങ്ങളിലേക്ക് വന്നിട്ടില്ല. അതാണ് ഇപ്പം പറ്റുന്നത് ജർമ്മനി കാണുന്നത്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.